ആഗോള വിപണിയിലെ വമ്പൻ വിലയിടിവും ഇന്ത്യൻ ഇന്ധന വിപണിയിലെ നിശ്ചലാവസ്ഥയും തമ്മിലുള്ള വൈരുദ്ധ്യം സാധാരണക്കാരെ വല്ലാതെ വലയ്ക്കുകയാണ്. ഇറാൻ ചർച്ചകൾ വിജയകരമായി പൂർത്തിയായെന്നും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കടത്ത് തടസ്സങ്ങളില്ലാതെ പുനരാരംഭിക്കുമെന്നുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില കുത്തനെ ഇടിയാൻ കാരണമായത്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കകൾ ഇല്ലാതായതോടെ ആഗോള വിപണിയിൽ വലിയ രീതിയിലുള്ള വിറ്റഴിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് രാജ്യാന്തര ബെഞ്ചുമാർക്കായ ബ്രെന്റ് ക്രൂഡ് വില 4% ഇടിഞ്ഞ് ബാരലിന് $83.75 താഴ്ന്നു. വെസ്റ്റ് ടെക്സ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് വില 5% ഇടിഞ്ഞ് $80.87 കഴിഞ്ഞ മാർച്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. എന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില ഈ രീതിയിൽ തകർന്നടിഞ്ഞിട്ടും ഇന്ത്യയിലെ സാധാരണക്കാരന് അതിന്റെ യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഇത്രയധികം കുറഞ്ഞിട്ടും ഇന്ത്യൻ എണ്ണ കമ്പനികൾ ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറാകാത്തതിന് പിന്നിൽ വ്യക്തമായ ചില സാമ്പത്തിക താൽപര്യങ്ങളുണ്ട്. മുമ്പ് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കടുപ്പമായിരുന്ന സമയത്ത് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിരുന്നു. എന്നാൽ ആ സമയത്ത് ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിപ്പിക്കാതെ എണ്ണ കമ്പനികൾ വലിയ രീതിയിലുള്ള നഷ്ടം സഹിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ രാജ്യാന്തര വിപണിയിൽ വില ഇടിയുമ്പോൾ അന്ന് തങ്ങൾക്കുണ്ടായ ഭീമമായ നഷ്ടം ഈ ഉയർന്ന നിരക്കിലൂടെ ഈടാക്കി മാറ്റാനാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ശ്രമിക്കുന്നത്. കൂടാതെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ഉടൻ, അതായത് മെയ് 15-നും 25-നും ഇടയിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 7 രൂപയിലധികം കമ്പനികൾ വർദ്ധിപ്പിച്ചിരുന്നു. നിലവിൽ ഈ ഉയർന്ന നിരക്കിൽ ഇന്ധനം വിൽക്കുന്നതിലൂടെ എണ്ണ കമ്പനികൾക്ക് വലിയ ലാഭമാണ് ലഭിക്കുന്നത്. ഇന്ത്യ ആവശ്യമായ ക്രൂഡ് ഓയിലിനെ 85%-ലധികവും ഇറക്കുമതി ചെയ്യുന്നതും അതിനായി ഡോളറിൽ പണം നൽകുന്നതും മറ്റൊരു കാരണമാണ്. ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞാലും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചെലവ് ഉയർത്തുന്നതിനാൽ വില കുറയ്ക്കാൻ കമ്പനികൾ മടിക്കുന്നു. ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് ഒരു വിലക്കുറവ് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ഒരു ദിവസത്തെ വിപണിയിലെ മാറ്റം നോക്കിയല്ല ഇന്ത്യയിൽ വില നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ 15 ദിവസത്തെ ആഗോള ശരാശരി വില കണക്കിലെടുക്കുന്നതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ ഈ വിലക്കുറവ് കുറഞ്ഞത് 2 മുതൽ 3 ആഴ്ചയെങ്കിലും അതേപടി തുടരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആഭ്യന്തര വിപണിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കമ്പനികൾ ആലോചിക്കൂ. കൂടാതെ നമ്മൾ നൽകുന്ന ഇന്ധനവിലയുടെ വലിയൊരു പങ്ക് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാന വാറ്റുമാണ്. സർക്കാരുകൾ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായാൽ മാത്രമേ ഈ വിലക്കുറവിന്റെ യഥാർത്ഥ ഗുണം ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. മെയ് 25-ന് ശേഷം ഇന്ത്യയിലെ ഇന്ധന നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ലാത്തതിനാൽ ഡൽഹിയിൽ പെട്രോളിന് 102.12 രൂപയും ഡീസലിന് 95.20 രൂപയുമാണ് നിരക്ക്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര വിപണിയിലെ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദം ശക്തമാകാൻ സാധ്യതയുണ്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ വരാനിരിക്കുന്ന മാസത്തിൽ തുടക്കത്തിൽ ലിറ്ററിന് 2 രൂപ മുതൽ 4 രൂപ വരെ കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകും. അതുവരെ രാജ്യാന്തര വിപണിയിലെ വൻ ഇടിവിലും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പഴയ ഉയർന്ന നിരക്കിലുള്ള ഇന്ധനത്തുക നൽകേണ്ടി വരും.